ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് മുതിർന്നവരുടെ ന്യായം. മുതിർന്നവരെ കരുതുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താവിഷയം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, പ്രായാധിക്യത്താലും ക്ഷീണത്താലും ഞങ്ങളുടെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെടുമ്പോഴും അങ്ങയുടെ സ്നേഹം ഒരിക്കലും അറ്റുപോകുന്നില്ലല്ലോ. മുതിർന്നവരുടെയും ഇളയവരുടെയും കൂട്ടായ്മയിലും അനുഗ്രഹത്താലും ഞങ്ങളുടെ സമൂഹത്തെ ശക്തീകരിക്കണമേ. ബലം ക്ഷയിക്കുമ്പോൾ ഞങ്ങളെ തള്ളിക്കളയരുതേ. ഏഴയായ അടിയുടെ വായോടുകൂടി ഇരിക്കണമേ. അടിയുടെ വായിലെ വാക്കുകളും അങ്ങേ മക്കളുടെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കട്ടെ. ആമേൻ. എനിക്ക് ഈ വചനം സംസാരിക്കുവാൻ അവസരം തന്ന നമ്മുടെ ബഹുമാനപ്പെട്ട റവറൻ ബിബിൻ മാത്യു അച്ഛനോടുള്ള എൻ്റെ നന്ദി ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കട്ടെ. മുതിർന്നവരുടെ ന്യായറായി വേർതിരിക്കുന്ന ഈ അവസരത്തിൽ അവരെ കരുതുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നതിൻ്റെ പ്രാധാന്യം വേദപുസ്തകത്തിൽ നിന്നും നാം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ 5 കാലഘട്ടങ്ങളിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഇതിൽ വാർദ്ധക്യത്തിൽ ഇരിക്കുന്നവരെയാണ് നാം മുതിർന്നവർ എന്ന് പറയുന്നത്. അതായത് 60 വയസ്സിന് മുകളിലുള്ളവരെ നാം മുതിർന്നവരായി കണക്കാക്കുന്നു. വാർദ്ധക്യം എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു 2ാം ബാല്യമാണ്. ബാല്യത്തിൽ നാം എങ്ങനെയായിരുന്നുവോ അതുപോലെയാണ് നാം വാർദ്ധക്യത്തിൽ ജീവിക്കുന്നത്. ശാഠ്യങ്ങളും വാശികളും ഇതൊക്കെ നമുക്ക് ബാല്യത്തിൽ കണ്ടേക്കാം. അതൊക്കെ തന്നെ പ്രായമാകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ കണ്ടുവരുന്നു എന്നുള്ളത് സത്യമാണ്. ഒരു മനുഷ്യൻ്റെ ആയുസ് എന്നത് 70, ഏറെ ആയാൽ 80 എന്നാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 70-ലും 80-ലും 90-ലും വളരെ ഊർജ്ജസ്വലതയോടുകൂടിയും വളരെ പ്രവർത്തനശേഷിയോടുകൂടിയും ജീവിക്കുന്ന മനുഷ്യരുണ്ട് എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ്. നമുക്കിപ്പോൾ തന്നെ മുന്നിൽ കാണാം. നമ്മൾ പ്രായമായവരെ ആദരിച്ചു. 90 വയസ്സുള്ളവർ വരെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവർ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ സഭയ്ക്ക് വേണ്ടി ചെയ്തതും അവരുടേതായ പ്രവർത്തനങ്ങളും എല്ലാം ഈ ആലയത്തിൽ നാം കണ്ടതാണ്. അതുപോലെ കഴിവുള്ള എത്രയോ ആൾക്കാർ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. പ്രായം അതിന് ഒരു തടസ്സമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് നരച്ച തല ശോഭയുള്ള കിരീടം എന്നാണ് സദൃശവാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നരച്ച തല വളരെ വിരളമാണ്. കാരണം എല്ലാവരും പ്രായം മറികടക്കുവാൻ വേണ്ടി, പ്രായം അറിയാതിരിക്കുവാൻ വേണ്ടി നല്ല ഡൈയും അടിച്ച് നല്ല കളറും ചെയ്ത് വളരെ ഉന്മേഷത്തോടു കൂടി പ്രായത്തെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമൂഹമാണ് ഇന്നുള്ളത് എന്ന് പറയുന്നതിലും തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ പക്ഷെ ഇതൊക്കെയാണെങ്കിലും കർത്താവ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം 4-ൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ, നരക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. അതായത് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നരയൊന്നും നിങ്ങൾ മാറ്റണ്ട, നരക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ ദീർഘായുസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയൊരു ദാനമാണ്. ഇത്രയും പേർ ഇവിടെ ഇരിക്കുന്നു, ഇത്രമാത്രം പ്രായത്തിൽ. ആ ദീർഘായുസ് എന്ന് പറയുന്നത് ദൈവിക അനുഗ്രഹത്തിൻ്റെ ഒരു പ്രതീകമായാണ് നാം കാണേണ്ടത്. ഇന്ന് നമ്മൾ ഈ ആലയത്തിലായിരിക്കുന്നത് നമ്മുടെ പൂർവികന്മാരുടെ പ്രാർത്ഥനയും ത്യാഗവും ഒക്കെ കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ശൈശവത്തിലും യൗവനത്തിലും കർത്താവ് നൽകുന്ന കരുതൽ, ആർദ്രത, വാത്സല്യം ഇതെല്ലാം പ്രായപൂർത്തിയാകുന്നത് വരെ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും എന്നാണ് പറയുവാനുള്ളത്. മുതിർന്നവരെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ മാതാപിതാക്കളെ തന്നെയാണ് നാം വിലയിരുത്തേണ്ടത്. വളരെ ത്യാഗങ്ങൾ സഹിച്ചാണ് അവർ നമ്മളെ വളർത്തുന്നത്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ തന്നെ അവന് വേണ്ടി എത്രമാത്രം കഷ്ടപ്പാടുകളും വേദനകളും സഹിച്ചുകൊണ്ടാണ് ഓരോ മാതാപിതാക്കളും ഇന്ന് അവരെ പോറ്റി വളർത്തുന്നത്. പക്ഷേ വാർദ്ധക്യത്തിലാവുമ്പോൾ നമ്മളതെല്ലാം സൗകര്യപൂർവ്വം മറക്കുകയാണ്, അവരെ അവഗണിക്കുകയാണ്, അവരെ തള്ളിക്കളയുകയാണ്. ഞാൻ എല്ലാവരുടെ കാര്യമല്ല ഈ പറയുന്നത്, ഇങ്ങനെ ചെയ്യാത്ത മക്കളുടെ കാര്യങ്ങളാണ് പറയുന്നത്.
ചില മക്കൾ അവർ നിസ്സഹകരണത്തോടെ കാണുന്ന കാഴ്ചകൾ ഞങ്ങൾ ഈ സമൂഹത്തിൽ തന്നെ കണ്ടുവരുന്നുണ്ട്. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ദീർഘായുസ്സോടെ ഇരിക്കാനും നിന്റെ അപ്പനമ്മമാരെ സ്നേഹിക്കുക എന്ന വചനം സൗകര്യപൂർവ്വം നാം മറക്കുകയാണ്. ഇവിടെ വായിച്ചു കേട്ട വചനങ്ങൾ പറയുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ, 47-ാം അധ്യായം 1 മുതൽ 10 വരെ പറയുന്നത് യാക്കോബിൻ്റെയും യോസെഫിൻ്റെയും പുനഃസംഗമത്തെക്കുറിച്ചാണ്. യാക്കോബിൻ്റെയും യോസെഫിൻ്റെയും പുനഃസംഗമത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഇന്ന് വേദഭാഗമായി വായിച്ചു കേട്ടത്. അതിൽ പറയുന്നത് യോസേഫ് എത്രമാത്രം തൻ്റെ അപ്പനെ കരുതുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമുക്കറിയാം, യോസേഫിനെ പൊട്ടക്കുഴിയിൽ കൊണ്ടുപോയി ഇട്ടതും അവിടുന്ന് പോത്തീഫറിന് വിറ്റതും പോത്തീഫറിൻ്റെ സഭയിൽ ആ ഭാര്യയോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞ് അവനെ ജയിലിൽ അടക്കുന്നതും അവിടെ വെച്ച് അവന് സ്വപ്നദർശനം ഉണ്ടാകുന്നതും 7 ക്ഷാമകാലവും 7 സുഭിക്ഷകാലവും അവൻ സ്വപ്നവ്യാഖ്യാനം നടത്തി മിസ്രയീം ദേശത്തിൽ ഫറവോന്റെ മന്ത്രിയായി തുടരുന്നതും ഒക്കെ നമുക്ക് ഈ വേദഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ഈ ക്ഷാമകാലം വന്നപ്പോൾ കനാൻ ദേശത്ത് നിന്ന് യോസഫിന്റെ സഹോദരന്മാർ ധാന്യം കൊണ്ടുപോകാൻ ഇവിടെ കടന്നു വരുന്നതും ആ സമയത്ത് യോസേഫ് സഹോദരന്മാരെ മനസ്സിലാക്കുന്നതും ബെന്യാമീനെ പിടിച്ചു വെച്ച് തൻ്റെ അപ്പനെ കൊണ്ടുവരാൻ പറയുന്നതും അപ്പൻ അവിടെ എത്തിയപ്പോൾ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുന്ന ആ അവസ്ഥ, രണ്ടുപേരും തമ്മിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് യാക്കോബ് പറയുന്നൊരു വാചകമുണ്ട്, നിന്റെ മുഖം ഞാൻ കണ്ടതുകൊണ്ട് എനിക്ക് മരിച്ചാലും വേണ്ടില്ല. അതായിരുന്നു അപ്പനും മകനും തമ്മിലുള്ള ആ ഒരു സംഗമം. ആ പുനഃസംഗമത്തെക്കുറിച്ചാണ് നാം ഇവിടെ കേട്ടത്. അത്രമാത്രം മുതിർന്നവരെ പരിഗണിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു യോസേഫിന് ഉണ്ടായിരുന്നത് എന്നുകൂടി ഈ ഭാഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ പുതിയ നിയമ വേദഭാഗം എടുക്കുകയാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, അതിൽ പറഞ്ഞിരിക്കുന്നത് മൂത്തവരെ ഭർഷിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരിമാരെ പോലെയും മുതിർന്ന സ്ത്രീകളെ അമ്മയെ പോലെയും കരുതണം എന്നാണ് തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ നാം കാണുന്നത്. വേദഭാഗം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെല്ലാം പരാമർശിക്കുന്നത് തന്നെ ഇന്ന് മുതിർന്നവരെ നാം സ്നേഹിക്കുകയും കരുതുകയും വേണം എന്നുള്ള ചിന്തയാണ്. ലൂക്കോസിന്റെ സുവിശേഷ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശുവിനെ കരങ്ങളിൽ ഏന്തിയ വൃദ്ധനായ ശിമോനെ കുറിച്ചാണ് പറഞ്ഞത്. ആ യേശു ക്രിസ്തുവിനെ കരങ്ങളിൽ ഏന്തിയത് നമ്മളിപ്പോൾ സുവിശേഷ ഭാഗമായി വായിച്ചു കേട്ടു. അപ്പോഴും വൃദ്ധനായ ശിമോനെയാണ് നാം അവിടെ കാണുവാൻ സാധിക്കുന്നത്. 80-ാമത്തെ വയസ്സിലാണ് ഇസ്രായേലിന്റെ നേതൃത്വം മോശ ഏറ്റെടുത്തത്. അതുപോലെ തന്നെ യോശുവയും കാലേബും 80 വയസ്സിലാണ് ഇസ്രായേലിനെ ജനത്തെ നയിച്ചത്. ശീമോനും ഹന്നയും യേശുവിനെ കണ്ടപ്പോൾ 80 വയസ്സ് കഴിഞ്ഞിരുന്നു. ജർമ്മൻ തത്വചിന്തകനായ ഗോദയുടെ വാക്കുകളിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഏജ് ഡസ് നോട്ട് മേക്ക് us children, as some say, it find us true children. Age does not make us childish, as some say, it find us true children. ഇത് ഓർമ്മപ്പെടുത്തുന്നത് വയസ്സ് നമ്മെ കുട്ടികളായി കാണുന്നില്ല, മറിച്ച് ഇത് നമ്മെ സത്യമായുള്ള കുട്ടികളായി മാറ്റുന്നു, കണ്ടെത്തുന്നു. ഇതാണ് ഇതിൻ്റെ അർത്ഥം. വയസ്സ് നമ്മെ കുട്ടികളായി മാറ്റുന്നില്ല, മറിച്ച് ഇത് നമ്മെ സത്യമായുള്ള കുട്ടികളായി കണ്ടെത്തുന്നു. ബാല്യത്തിൻ്റെ കാവലാളായി ആത്മീയ മർമ്മങ്ങൾ പകരുന്ന ഗുരുവായി നാം മുതിർന്നവരെ പരിഗണിക്കേണ്ടതുണ്ട്. ഒക്ടോബർ 1 വയോജന ദിനമായി ആചരിക്കുന്നു. അതിൽ പ്രകാരമാണ് നമുക്ക് ഈ മുതിർന്ന സൺഡേ ആയിട്ട് ആഘോഷിക്കാൻ ഡയോസിസിൽ നിന്ന് തന്നത്. 2012 നാഷണൽ അക്കാഡമി യുഎസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഏകാന്തതയും ഒറ്റപ്പെടലും കാരണം വൃദ്ധജനങ്ങൾ മരിക്കുന്നതിൻ്റെ കണക്ക് കൂടുന്നതായാണ് നാം കണക്കാക്കുന്നത്. ഏകാന്തതയും ഒറ്റപ്പെടലും ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വൃദ്ധജനങ്ങൾക്ക് ഇതാണ്, ഏകാന്തതയും ഒറ്റപ്പെടലും. നമ്മുടെ മുന്നിൽ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് പത്രം തുറന്നു നോക്കിയാൽ നാം കാണുന്നത് എന്താണ്? വൃദ്ധയായ അപ്പനെ വെട്ടിക്കൊലപ്പെടുത്തുന്ന മക്കൾ,
95 വയസ്സ് കഴിഞ്ഞ അമ്മയെ തെരുവോരത്ത് ഉപേക്ഷിക്കുന്ന മക്കൾ, അമ്പലങ്ങളിൽ കൊണ്ടുപോയി നടതള്ളുന്ന മക്കൾ, ആശുപത്രിയിൽ കാണിക്കാൻ കൊണ്ടുപോയി എന്ന വ്യാജേന അവിടെ ഇരുത്തി കടന്നു കളയുന്ന മക്കൾ, ഇതൊക്കെ ഇന്നത്തെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ലഹരിക്ക് അടിമപ്പെട്ട് അച്ഛനമ്മമാരെ നിർദാക്ഷിണ്യം കൊലപ്പെടുത്തുന്ന മക്കളും ഇനി സമൂഹത്തിൽ നിറയുന്ന കാഴ്ചക്കാണ് നാം കാണുന്നത്. ഇതൊക്കെ എന്താണ്? ഇതിനൊക്കെ കാരണം എന്താണെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? സ്നേഹം എന്ന വാക്കിനെ ഒരർത്ഥവും വില കൽപ്പിക്കാത്ത ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പരമമായ സത്യം. ബന്ധങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. സ്നേഹത്തെ നമ്മൾ ഒരിക്കലും സ്നേഹത്തെ നമ്മൾ എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടുകൂടി നമ്മൾ സംസാരിക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. പ്രത്യേകിച്ചും നമ്മുടെ ഭവനങ്ങൾ തന്നെയാണ് ഇതിന് ഉദാഹരണം. കാരണം ഇന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ സ്നേഹത്തോടുകൂടി വളർത്തുക എന്നത് മാത്രമേ ഈ വയസ്സുകാലത്ത് അപ്പനമ്മമാരെ അവർ നോക്കുവാൻ ഒരു മാതൃക ഉണ്ടാവുക എന്നുള്ളത്. കാരണം സ്നേഹത്തോടുകൂടി ഒരു മക്കളെ നമ്മൾ നോക്കേണ്ടത് എങ്ങനെയെന്നാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷ്യനുള്ള കാലം. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം, വൃദ്ധനായാലും അവനത് വിട്ടുമാറുകയില്ല എന്ന് ബൈബിൾ വചനത്തിൽ പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും സ്നേഹത്തിൻ്റെ ഭാരമാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇന്ന് അതല്ല. ഇന്ന് 6 മാസം എത്തിയ കുഞ്ഞിൻ്റെ കയ്യിൽ സ്മാർട്ട് ഫോണാണ്. അതിലുള്ള ചിത്രങ്ങളും അതിലുള്ള കളറും അതൊക്കെ കണ്ടാണ് കുഞ്ഞ് വളരുന്നത്. കാരണം ലോകം വിരൽത്തുമ്പിൽ എന്നാണ് ഈ സ്മാർട്ട് ഫോണിനെ പറഞ്ഞിരിക്കുന്നത്. അത്രമാത്രം കുഞ്ഞുങ്ങൾ ഇന്ന് അഡിക്റ്റായിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്മാർട്ട് ഫോണിൽ. എന്താണ് അതിന് കാരണം? മാതാപിതാക്കൾ തന്നെയാണ്. കാരണം അവർക്ക് ജോലിക്ക് പോകണം, അവർക്ക് ഭക്ഷണം പാകം ചെയ്യണം. ഇങ്ങനെയുള്ള തിരക്കുകൾക്കിടയിൽ മക്കളെ ശ്രദ്ധിക്കുവാനുള്ള സമയമില്ല. അവർക്ക് കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കും. അതിൻ്റെ ഭവിഷ്യത്തുകൾ വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കൾ പോലും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. എന്തെല്ലാം അപകടങ്ങൾ, എന്തെല്ലാം രോഗങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കടന്നു വരുന്നു. ഇന്ന് ഒരു 10 വയസ്സിന് ഉള്ള കുഞ്ഞുങ്ങൾ ഇന്നത്തെ കാലത്തിൽ എല്ലാവരും കണ്ണട ധരിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അത്രമാത്രം റേഡിയേഷൻ ആ സ്മാർട്ട് ഫോണിൽ നിന്നും മക്കളിലേക്ക് വ്യാപിക്കുന്നുണ്ട്. അത് നമ്മൾ സൗകര്യപൂർവ്വം മറന്നു പോവുകയാണ്. ഇങ്ങനെ സ്നേഹമില്ലായ്മയിൽ പണ്ടുകാലത്ത് നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ, അതായത് കൂട്ടുകുടുംബങ്ങളായിരുന്നു. ഈ കൂട്ടുകുടുംബങ്ങളിൽ അപ്പനും അപ്പൂപ്പനും അമ്മൂമ്മയും സഹോദരനും എല്ലാവരും ഒന്നിച്ച് താമസിക്കുമ്പോൾ അവിടെ സ്നേഹത്തിൻ്റെ ഒരു പ്രവാഹം തന്നെ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ കഥകൾ പറഞ്ഞും പാട്ടുകൾ പാടിയും അവരെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സമൂഹമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരികയായിരുന്നു. ഇന്ന് അതെല്ലാം മാറി അണുകുടുംബങ്ങളായിരിക്കുകയാണ്. ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ 2 മക്കളും ചുറ്റും മതിൽ കെട്ടുക, അതിനുള്ളിൽ താമസിക്കുക. പരസ്പരമായ ഒരു ആശയവിനിമയമോ മറ്റുള്ളവരുമായുള്ള ഒരു കമ്മ്യൂണിക്കേഷനോ ഒന്നും നടക്കാത്ത ഒരു സാഹചര്യത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് സ്നേഹം വറ്റിപ്പോകുന്നത് എന്ന് ഞാനിവിടെ നിങ്ങളോട് പറയുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിലാണ്, നമുക്ക് ഈ സ്വാർത്ഥത നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് നാം മക്കളെ വളർത്തുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? വൃദ്ധസദനങ്ങൾ നിറയുകയാണ്, പകൽ വീടുകൾ നിറയുകയാണ്. എവിടെ നോക്കിയാലും ഒരമ്മയ്ക്ക് 10 മക്കളെ പോറ്റുവാൻ പ്രയാസമില്ല. അതേസമയത്ത് ഒരു അമ്മയെ പോറ്റാൻ ഈ 10 മക്കൾക്ക് സാധിക്കില്ല എന്നുള്ളതും ഒരു സത്യം തന്നെയാണ്. പിന്നെ പറയുന്നത് പ്രശസ്തനായ ഗുരു നിത്യ ചൈതന്യയതി പറയുകയാണ്, വൃദ്ധനാവുക എന്ന് പറഞ്ഞാൽ വൃദ്ധി ഉണ്ടാവുക എന്നാണ്. വൃത്തിയല്ല കേട്ടോ, വൃദ്ധി. വൃദ്ധി എന്ന് പറഞ്ഞാൽ സമൃദ്ധി, എല്ലാറ്റിലും തികഞ്ഞു വരുന്ന ഒരവസ്ഥ. സ്നേഹത്തിലും കരുതലിലും എല്ലാം തികഞ്ഞു വരുന്ന ഒരവസ്ഥയാണ് വൃദ്ധി എന്ന് പറയുന്നത്. ധീരനും ശൂരനുമായ ഒരു യൗവനക്കാരനെ കാണുന്നതിനേക്കാൾ 100 മടങ്ങ് പ്രചോദനം ഒരു വൃദ്ധനെ കാണുമ്പോഴാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ മാതാപിതാക്കളെ ശ്രദ്ധിക്കാൻ കഴിയുന്ന അവസരം നാം മഹാഭാഗ്യമായി തന്നെ കരുതണം. കാരണം ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, തന്ത ശപിച്ചാലും അമ്മ ചിരിച്ചാൽ അത് മാറും. തന്ത ശപിച്ചാലും അമ്മ ചിരിച്ചാൽ അത് മാറും. കാരണം എന്താണെന്നോ, ഒരമ്മയ്ക്കും പെറ്റ മക്കളെ ഹൃദയത്തിൽ തട്ടി ശപിക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു സത്യം. നിങ്ങൾ ഇതിൻ്റെ പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും, ഒരു വൃദ്ധയായ അമ്മയെ കള്ളു കുടിച്ചു വന്ന് മകൻ വല്ലാതെ ഉപദ്രവിക്കുന്നു. അത് അയൽപക്കക്കാർ കേസ് കൊടുത്തു.
പോലീസ് വന്ന് അന്വേഷിച്ചപ്പോൾ ആ അമ്മ പറയുകയാണ്, എൻ്റെ മകൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല, അവനെ നിങ്ങൾ പിടിച്ചു കൊണ്ടുപോകണ്ട. എന്തുകൊണ്ട്? ഇത്രയും വേദനകളും അടിയുമൊക്കെ കൊണ്ട അമ്മ പറയുന്നത് ആ മകനൊന്നും ചെയ്തിട്ടില്ല എന്നാണ്. അതാണ് ഓരോ അമ്മമാരുടെയും ഹൃദയം. അത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ഇതുപോലെ തന്നെ മറ്റൊരു സംഭവം, 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ ഒരു വൃദ്ധസദനത്തിൽ ഒരു സീറ്റ് കിട്ടും, ഒരമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരപ്പന്. ഈ പത്തനംതിട്ട, ആലുവ എന്ന സ്ഥലങ്ങളിലൊക്കെ നാം കാണുന്നത് ഈ 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് ഒരമ്മയെ കൊണ്ടുപോയി അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. അന്ത്യം, അതായത് അവർ മരിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് ഫോൺ ചെയ്യും, ഇതാ ഇന്നവർ മരിച്ചിരിക്കുന്നു, നിങ്ങൾ വന്ന് ബോഡി കൊണ്ടുപോയിക്കോ. അപ്പോൾ ഈ പണമുള്ള മക്കൾ ഇപ്പോൾ അതാണ് ചെയ്യുന്നത്, അതാണ് സൗകര്യമായി അവർ ഏറ്റെടുത്തിരിക്കുന്നത്. 10 ലക്ഷം കൊടുത്താൽ പിന്നെ അമ്മയെ പറ്റിയോ അപ്പനെ പറ്റിയോ ഒന്നും ചിന്തിക്കണ്ട, അവരവിടെ സ്ഥിരമായി ഇരുന്നുകൊള്ളും. പിന്നെ നമുക്ക് മരിച്ചാൽ മാത്രം പോയി ആ ബോഡി കൊണ്ടുവന്ന് സംസ്കരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ വേറൊരു മക്കളുണ്ട്. അച്ഛനും അമ്മയ്ക്കും 2 മക്കളായിരിക്കും. അമ്മയെ ഒരാളെടുത്തു, അച്ഛനെ ഒരാളെടുത്തു. എന്തുമാത്രം വിരോധാഭാസമാണ്! ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കേണ്ട അവർ 2 ദിക്കുകളിലായി അവരുടെ അവസാന കാലം ചെലവഴിക്കുക. 2 പേരെ നോക്കാൻ മക്കൾക്ക് ശേഷിയില്ലാത്തത് കൊണ്ടല്ല, അവർ അങ്ങനെ ചെയ്യാറില്ല. അവനും നോക്കട്ടെ അവളും നോക്കട്ടെ എന്നുള്ള ഒരു ധാരണയാണ്. NN കക്കാട് മാഷ് അവസാന കാലത്ത് രചിച്ചൊരു കവിതയാണ് സഫലം ഈ യാത്ര. അതിലിങ്ങനെ പറയുന്നു: അരികത്ത് ചേർന്ന് നിൽക്കൂ, പഴയൊരു മന്ത്രം സ്മരിക്കാം, അന്യോന്യം പരസ്പരം ഊന്നുവടികളായി മാറാം. അരികത്ത് ചേർന്ന് നിൽക്കൂ, പഴയൊരു മന്ത്രം സ്മരിക്കാം, അന്യോന്യം പരസ്പരം ഊന്നുവടികളായി മാറാം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അവസാന കാലത്ത് താങ്ങും തണലുമായി ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കണം, മാതാപിതാക്കൾ ജീവിക്കണം, അവർ ഊന്നുവടികളായി മുന്നോട്ട് പോകണം എന്നാണ് പറഞ്ഞത്. ഒരാൾക്കൊരാൾ തുണയായിരിക്കാൻ. പക്ഷെ ഇന്ന് സംഭവിക്കുന്നത് നേരെ മറിച്ചാണ്. ഇതിനിടെ ഞാനൊരു ഫിലിമിൽ കണ്ടു. സുരാജ് വെഞ്ഞാറമൂടിൻ്റെ കഥയാണ്. അയാളൊരു പിതാവായിട്ട് അയാളുടെ മകൻ അവനൊരു റോബോട്ടിനെ കൊണ്ടുകൊടുക്കുകയാണ്. സുരാജ് വെഞ്ഞാറമൂടായ പിതാവിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടി ഒരു റോബോട്ടിനെ ആ അപ്പന് കൊണ്ടുപോയി കൊടുക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് കാപ്പി കൊടുക്കാനും അവരെ കൊണ്ടുപോകാനും പ്രഭാത കൃത്യങ്ങൾ ചെയ്യിക്കാനും ആ പിതാവിന് ഒരു റോബോട്ടിനെ കൊണ്ടുപോയി കൊടുക്കുന്നത് ഞാൻ ഇന്നാണ് ഒരു മൂവിയിൽ കണ്ടു. ഇനിയുള്ള കാലങ്ങളിൽ നമ്മുടെ മക്കളും നമുക്ക് നമ്മുടെ ശുശ്രൂഷയും റോബോട്ടിനെ കൊണ്ടുവന്ന് തരില്ല എന്ന് ആര് കണ്ടു? അതും സംഭവിക്കാം. ഈ കാലഘട്ടത്തിൽ അതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതേ തന്നെയാണ്. ഇതുപോലെ തന്നെ ഞാനൊരു ചെറിയ കഥ കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം. ഒരു അമ്മയും ഒരപ്പനും, വൃദ്ധയായ അപ്പൻ, ഒരു 90 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. അവിടെ ഒരു മകനും മകളും 2 കുഞ്ഞുങ്ങളും. വളരെ സമ്പന്നമായ കുടുംബം. ഞാൻ പറഞ്ഞു, ഡെപ്പോസിറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ ഒന്നുമില്ലാത്തവർ ചെയ്യുന്നത് അവനവൻ്റെ വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റോർ മുറിയിൽ അവരെ തള്ളുകയാണ്. അവർക്ക് നേരത്തിന് ഭക്ഷണം കൊടുക്കില്ല. ചില സമയത്ത് അവരെ വല്ലാതെ ശകാരിക്കും. അവർ മുന്നിലേക്ക് കടന്നു വരുന്നത് ഇഷ്ടമില്ല, മറ്റുള്ളവരോട് സഹകരിക്കുന്നത് ഇഷ്ടമില്ല. ഇങ്ങനെയൊക്കെയാണ് ഈ പണമില്ലാത്തവർ, അതായത് മാതാപിതാക്കളെ കരുതുന്നത്. അങ്ങനെ ഇതുപോലെ ഒരു മുറിയിൽ അപ്പനെ ഇട്ടിരിക്കുകയാണ്. ഇവർ ദിവസവും വൈകുന്നേരങ്ങളാവുമ്പോൾ കറങ്ങാൻ പോവുകയും നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുകയും തിരിച്ചു വരികയും ചെയ്യും. ഈ അപ്പന് കഞ്ഞിയോ എന്തെങ്കിലും കൊടുത്താലായി. ഈ കുഞ്ഞു മക്കൾ എപ്പോഴും ഓടി വന്ന് അപ്പനോട് പറയും, അപ്പൂപ്പാ ഞങ്ങളിങ്ങനെ പിന്നെ ഇത് പലതും കാണാൻ പോയി, ഞങ്ങൾക്ക് ഇന്നതിനം ഭക്ഷണം വാങ്ങിച്ചു തന്നു, ഞങ്ങൾ അതൊക്കെ കഴിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത്. വായിക്കൊള്ളാത്തപ്പോഴത്തെ ഭക്ഷണങ്ങളുണ്ടല്ലോ, പിസ്ത, ബർഗർ, ഷവർമ, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ആ കൊച്ചു കുഞ്ഞു വന്ന് അപ്പൂപ്പനോട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൂപ്പൻ ഇതെല്ലാം കേട്ട് കണ്ണു മിഴിച്ച് കിടക്കും. ഒരു ദിവസം ഇവർ പുറത്തു പോയി വന്നപ്പോൾ ഈ കൊച്ച് ഓടി വന്ന് പറഞ്ഞു, അപ്പൂപ്പ ഇന്ന് ഞങ്ങൾ നല്ല ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്, ചിക്കൻ പൊരിച്ചത്, എന്തൊരു ടേസ്റ്റായിരുന്നു. പാവം ആ അപ്പൂപ്പന് വായി വെള്ളം മൂടി. ആരോട് പറയാനാണ്? എങ്കിലും കൊച്ചുമോനോട് പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇനി ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ എനിക്കും ഒരു ബിരിയാണി വാങ്ങിച്ചു കൊണ്ടുവന്ന് തരണം, എനിക്കത് വളരെ വലിയ ഇഷ്ടമാണ് എന്ന് ആ കൊച്ചുമകനോട് പറഞ്ഞു. കൊച്ചുമകൻ ഉടനെ ചെന്ന് അപ്പനോട് പറഞ്ഞു,
അപ്പൂപ്പന് ഒരു ബിരിയാണി വേണമെന്ന് പറഞ്ഞു. ഉടനെ അപ്പൻ്റെ മകൻ ശകാരം, നീ എന്തിനാടാ ഇതൊക്കെ പോയി അപ്പൂപ്പനോട് പറയുന്നത്? അപ്പൂപ്പന് കഞ്ഞിയെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൂപ്പന് ബിരിയാണി കൊടുത്താൽ വയറിളകും, ശ്വാസം മുട്ടും, ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇനി മേലാൽ നീ കഴിച്ച ഭക്ഷണമൊന്നും അപ്പൂപ്പൻ്റെ അടുത്ത് പോയി പറയരുത്, പറഞ്ഞാൽ നിനക്ക് ഞാൻ തല്ല് തരും എന്ന് പറഞ്ഞ് ആ മകനെ ശാസിച്ചു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ മകൻ ജോലി കഴിഞ്ഞ് വരികയായിരുന്നു. അടുത്തൊരു വരുന്ന സമയത്ത് ഒരു കൂട്ടുകാരനെ കണ്ടു. കൂട്ടുകാരനോട് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. കൂട്ടുകാരൻ പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരൻ്റെ കയ്യിൽ വലിയൊരു പൊതി കണ്ടു. ഇതെന്താണ് നിൻ്റെ കയ്യിൽ പൊതി? ഇത് 5 ബിരിയാണിയാണ്. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും എൻ്റെ അപ്പനും എൻ്റെ അമ്മക്കും. ഞങ്ങൾ നല്ല ദിവസങ്ങളിലും ചില ആഴ്ചകളിലുമൊക്കെ ഇങ്ങനെ നല്ല നല്ല ഭക്ഷണങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ കഴിക്കാറുണ്ട്. അവരെത്രയൊക്കെ ആഹാരങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ വെച്ച് തന്നവരാണ്. നമുക്ക് അവർക്കിപ്പോൾ കഴിയുന്ന ഈ സഹായമല്ലേ ചെയ്തു കൊടുക്കാൻ കഴിയുള്ളൂ. അവർക്ക് നമ്മളോട് പറയാൻ സാധിക്കില്ല. നമ്മൾ അവരുടെ മനസ്സറിഞ്ഞ് അവർക്കത് കൊണ്ടുപോയി കൊടുക്കണ്ടേ? എങ്കിൽ മാത്രമല്ലേ സ്വർഗത്തിലെ ദൈവം നമുക്കും അത് സാധ്യമാക്കി തരികയുള്ളൂ എന്ന് ആ കൂട്ടുകാരൻ പറഞ്ഞു. ഇത് കേട്ട ഉടനെ ഇവൻ്റെ മനസ്സിൽ കുറ്റബോധം കൊണ്ട് നിറഞ്ഞുപോയി. കൂട്ടുകാരൻ പോയതിനു ശേഷം ഇവൻ വിചാരിച്ചു, ഒരു ബിരിയാണി വാങ്ങി അപ്പന് കൊണ്ടു കൊടുക്കാം. ഉടനെ ഒരു ബിരിയാണി വാങ്ങിച്ച് വീട്ടിലേക്ക് കടന്നു ചെന്നു. അപ്പൻ അവിടെ മുറിയിൽ കിടക്കുകയാണ്. അപ്പൻ്റെ മുറിയിലൊന്ന് എത്തി നോക്കുക പോലും ചെയ്യാത്തൊരു മകനാണ്. അന്ന് കടന്നു ചെന്ന്, അപ്പാ ഞാനിത് അപ്പന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊണ്ടുവന്നിരിക്കുന്നു, അപ്പനൊന്ന് എഴുന്നേറ്റേ. 2 പ്രാവശ്യം വിളിച്ചിട്ടും അപ്പന് കുലുക്കമില്ല. ഉടനെ മകൻ അകത്ത് ചെന്ന് തട്ടി വിളിച്ചപ്പോൾ ആ അപ്പൻ മരിച്ചു കിടക്കുന്നതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ പ്രായമായ അവസ്ഥയിൽ അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ അടുത്ത് ചെന്ന് ഒരു വാക്കുപോലും പറയാതെ, ഒന്ന് തലോടാതെ, ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കാതെ നാം അവരെ അവഗണിക്കുമ്പോൾ അവരെത്രമാത്രം വേദനിക്കുന്നുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കുന്നു. നമുക്ക് ബാല്യത്തിൽ എത്രയെത്ര ഉമ്മകൾ വാരിക്കോരി തന്നാണ് അവർ നമ്മളെ പോറ്റിയത്. എന്നാൽ നമ്മൾ ഇന്നോ അവരടുത്ത് ചെന്ന് അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുവാൻ നമ്മൾ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ചുക്കിച്ചുളിഞ്ഞ അവരുടെ ദേഹങ്ങളും വിറങ്ങലിച്ച ശരീരവും അറപ്പും വെറുപ്പും തോന്നിക്കുന്ന രീതിയിൽ തഴഞ്ഞു കളയുന്ന മക്കളെയാണ് നാം ഇത് ഈ സമൂഹത്തിൽ കണ്ടുവരുന്നത്. നമ്മളെ തന്നെ ആലോചിക്കുക. നമ്മളും നാളെ വൃദ്ധരാകും. നമുക്കും ഇതേ അവസ്ഥകൾ കടന്നു വരാം. നമ്മളെ തിരിഞ്ഞു നോക്കാത്തൊരവസരം ഉണ്ടാകാം. നമ്മൾ ഇന്ന് ചെയ്യുന്ന ആ സ്നേഹവും ആ മാതൃകയും കണ്ടാണ് നമ്മുടെ മക്കൾ നാളെ വളരുന്നത്. എങ്കിൽ മാത്രമേ സ്വർഗത്തിലെ ദൈവം നമുക്കും സ്നേഹം തരികയുള്ളൂ എന്നുള്ള കാര്യം നാം മനസ്സിലാക്കരുത്. നമ്മെ കൈവിടാതെ സ്നേഹിക്കും. വിധവമാരെ അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുന്നതും അവരെ ആശ്വസിപ്പിക്കുന്നതും അവർക്ക് അവരുടെ ജീവിതത്തിലെ ആവശ്യങ്ങളിൽ പങ്കാളികളും ആകുന്നതുമാണ് ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള യാഗമെന്ന് നമ്മൾ നിത്യേന വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പോക്ക് എങ്ങോട്ടാണ്? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, എനിക്ക് ഒന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. ജ്ഞാനം കൊണ്ടും സമ്പത്ത് കൊണ്ടും അനുഗ്രഹീതരായ മുതിർന്ന പൗരന്മാരുടെ സാന്നിധ്യം ദൈവാനുഗ്രഹമായി നാം കരുതി അവരെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കണം. എന്നെ കൈ പിടിച്ച് നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റി താരാട്ടു പാടും മെല്ലെ ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണ് ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ശൈശവത്തിൽ നമ്മെ കൈപിടിച്ച് നടത്തുന്ന അപ്പനമ്മമാരെ പോലെ നമ്മുടെ വാർദ്ധക്യത്തിൽ നമ്മെ കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മെ മുറ്റും ആ ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം. സ്നേഹത്തോടുകൂടി നമ്മുടെ മക്കളെ നമുക്ക് സംരക്ഷിക്കാം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതയാത്ര ഇനി തുടരുകയുള്ളൂ. അതിനായി സർവശക്തൻ്റെ കരങ്ങളിൽ നമ്മെ ഏവരെയും നമുക്ക് ഏൽപ്പിക്കാം.